ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോരേറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൽ കുരുമുളക് ചതച്ച ശേഷം നെയ്യിൽ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. ഈ ഒരു ഗ്ലാസ് തൈര് ഉടച്ചാണ് കറി വയ്ക്കുന്നത്. കറി വയ്ക്കുമ്പോൾ എപ്പോഴും ഒരുവിധം പുളിയുള്ള തൈര് തന്നെ വേണം. അപ്പോഴേ കറിക്ക് ടേസ്റ്റുള്ള. ഒരുപാടങ്ങ് പുളിയായി പോകരുത്. കുറച്ച് വെള്ളം ഒഴിച്ചതിനുള്ള തൈരൊന്ന് കഴുകിയെടുക്കാം. ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയെ ചേർക്കുന്നുള്ളൂ. ഇതേപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ജീരകം പൊടിച്ചത്, അത്രയും തന്നെ ഉലുവ പൊടിച്ചത്. ഈ മത്ത് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഉടച്ചെടുക്കണം. തൈര് കട്ടയില്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി. പണ്ട് കാലത്തുള്ളവരൊക്കെ മത്തിലെടുക്കുന്നത്. ഞാൻ മിക്കപ്പോഴും വെണ്ണ എടുക്കുന്ന ഇതേപോലെ മത്ത് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതില്ലാത്തവർ വിസ്ക് ഉപയോഗിച്ചോ മിക്സി ജാറിൽ ഒഴിച്ചോ ഉടച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മത്തിലുള്ള തൈരൊന്ന് കഴുകിയെടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, ജീരകം 1/4 ടീസ്പൂൺ, 2 അല്ലി തൊലിയോടെ കൂടിയ വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചെടുക്കാം, കുറച്ച് കറിവേപ്പില. മഞ്ഞളും ജീരകവും ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് കലക്കി വെച്ചിരിക്കുന്ന മോര് മൺചട്ടിയിലേക്ക് ഒഴിച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ പൊടിയുപ്പായാലും മതി. ഇളക്കി നല്ല ആവി വരാൻ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി ഓഫ് ചെയ്ത ശേഷം ഇറക്കി വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. മോരുകറിക്ക് കറിവേപ്പിലയുടെ നല്ലൊരു മണം കിട്ടും ഇങ്ങനെ ചെയ്താൽ. ഇനി നമുക്ക് കടുക് വറക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായ ശേഷം കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ വേണം 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കേണ്ടുന്നത്. കൂടെ തന്നെ 3 ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 3 വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഉള്ളി മുളകൊക്കെ പാകത്തിന് മൂത്ത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് വേണം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കേണ്ടുന്നത്. ആദ്യമേ ചേർക്കരുത്. ഇതിൻ്റെ ഒരു പച്ചമണം പോകണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും കൂടെ ചേർക്കാം. ഈ ചൂടിൽ മൂത്തോളും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. ഇതേപോലെ മോരുകറി ഉണ്ടാക്കി നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ബോട്ടിലോ അല്ല സൗകര്യമായിട്ടുള്ള ഏത് പാത്രത്തിലായാലും മതി അടച്ച് കെട്ടി നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കുകയാണെങ്കിൽ 4-5 ദിവസം ഉപയോഗിക്കാം. ആവശ്യാനുസരണം എടുത്ത് പുറത്ത് വെച്ചാൽ മതി. മഴക്കാലമാണെങ്കിൽ 1-2 ദിവസം ഫ്രിഡ്ജ് വയ്ക്കാതെ ഉപയോഗിക്കാം. നമുക്ക് നല്ല ക്ഷീണമൊക്കെ തോന്നുന്ന സമയങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിൽ ഒരു 1/2 ഗ്ലാസ് എടുക്കണം. അത്രയും തന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കുടിക്കണം. കുടിക്കാൻ നല്ല സ്വാദുണ്ട്. അതുപോലെ ക്ഷീണവും ദാഹവും മാറുകയും ചെയ്യും. വെള്ളം ചേർക്കണമെന്നില്ല കേട്ടോ, അല്ലാതെയും കുടിക്കാം. നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.